ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. പരമകിമുബഹൂത്യാ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധസ്വഭക്തിം. അങ്ങനെ ഈ ഒരു കാപിലത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. കാപിലോപദേശം കഴിഞ്ഞ ശ്ലോകം കണ്ടു കഴിഞ്ഞു. അമ്മയായ ദേവഹൂതി ദേവിക്ക് ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ഒരു മഹാഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ ആ ലയവും കഴിഞ്ഞ് ഇനി അടുത്തത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വീണ്ടും ഇത്രയേറെ തത്വവിചാരം ചെയ്തു കഴിഞ്ഞു വീണ്ടും ശരീരബോധത്തിലേക്ക് ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ് പരമ. പരമ എന്നാൽ അല്ലയോ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ. കിമു. കിമു എന്ന് പറഞ്ഞാൽ ആവശ്യം എന്തിനു വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ബഹു ഉക്തിയ. ബഹു എന്ന് പറഞ്ഞാൽ ധാരാളം. ഉക്തിയ പറയുക. അപ്പോൾ വളരെയേറെ ഞാൻ ഇങ്ങനെ ധാരാളമായിട്ട് പറയേണ്ടതിൻ്റെ കിമു ആവശ്യം എന്താണ്? ത്വത് പദാംഭോജ ഭക്തിം. അവിടുത്തെ പദാംഭോജം, ആ പാദങ്ങളാകുന്ന താമരയ്ക്കുള്ളിലെ ആ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തിം. ഭക്തി സകല ഭയവിനേത്രീം. സകല എന്നാൽ എല്ലാ. ഭയവിനേത്രീം ഭയങ്ങളെയും അകറ്റുന്നതാണ്. അങ്ങയുടെ പാദങ്ങളിൽ ഉറച്ച ഭക്തിയുണ്ടായാൽ ഉത്തമ ഭക്തന്മാർക്ക് അതുകൊണ്ട് തന്നെ അവരൊന്നിനെയും ഭയപ്പെടുന്നില്ല. കാരണം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. സർവകാമോപനേത്രീം. എല്ലാ, കാമം എന്നാൽ ആഗ്രഹം, അഭീഷ്ടങ്ങൾ, എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതുമാണ്. വദസി. വദസി എന്നാൽ പറയുന്നു. ഖലു. ഖലു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥത്തിൽ. ദൃഢം. ദൃഢം എന്ന് തന്നെ പറഞ്ഞാൽ ഉറപ്പിച്ച്. അപ്പോൾ ഉറപ്പിച്ച് തന്നെ പറയുന്നു. അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്, എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരുന്നതാണ് എന്ന് ഉറപ്പിച്ചു തന്നെ പറയുന്നു. ത്വം അങ്ങ് തദ്വിധൂയാമയാൻ. തത് വിധൂയ ആമയാൻ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് തദ്വിധൂയാമയാൻ. തത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി ഇതിനൊക്കെ ഉതകുന്നതാണ്. അതുകൊണ്ട് അത് ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇത് സജ്ജനങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഗുരുക്കന്മാർ എപ്പോഴും പറയും അവിടുത്തെ ആ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തി ഒന്നുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് മറ്റെന്തിനെ ഭയക്കാനാണ്? കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ ചുറ്റും നശ്വരമായിട്ടുള്ള, നശിക്കുന്നതായിട്ടുള്ള മറ്റൊന്നിനും തന്നെ, നാശമില്ലാത്ത ഒന്നിനെ സ്പർശിക്കാനാവാത്തത് കൊണ്ട് തന്നെ ഭഗവാന്റെ ചൈതന്യം, ഭഗവാൻ എന്നത് നാശമില്ലാത്തതാണ്. അതിനെ മറ്റുള്ള ഒന്നിനും തന്നെ, ഈ ചുറ്റിനുമുള്ള ഭഗവത് സൃഷ്ടികളായിട്ടുള്ള സർവ്വതും തന്നെയും മായയാൽ ബന്ധിതമാണ്. ആ മായയ്ക്കാകട്ടെ ഭഗവത് പാദങ്ങളിൽ ഭഗവാനെ സ്പർശിക്കാനാവാത്തത് കൊണ്ട് തന്നെ ആ മായയെ കടന്നു കഴിഞ്ഞാൽ, ഭഗവത് പാദങ്ങൾ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് എന്തിനെ ഭയപ്പെടാനാണ്? ഭയമില്ലാത്ത ഒന്നിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഭയം പോലും യാതൊന്നിനെയാണോ ഭയപ്പെടുന്നത് അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പർശിക്കാൻ ഭയത്തിനു പോലും ഭയമാകും. അങ്ങനെയുള്ള
ആ ഭഗവത് പാതാരവിന്ദങ്ങളുടെ മഹത്വം, ആ ഭക്തിയുടെ മഹത്വം എന്തിനാണ് വളരെയേറെ പറയുന്നത്? അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നവന് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുന്നു. പാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നേയുള്ളൂ അഭീഷ്ടം. ആ പാതാരവിന്ദങ്ങളിൽ നിന്നും മനസ്സിനെ പുറകോട്ട് വലിക്കരുതേ ഭഗവാനെ. കാരണം ഈ ബാഹ്യപ്രപഞ്ചത്തിലെ സർവ്വതും അപ്പോൾ തുച്ഛമായി മാറുന്നു. ആ പരമമായ ഭഗവത്പാദ ഭക്തിയിൽ ഉറച്ചിരിക്കുന്ന ഒരു മനസ്സ് ഈ ബാഹ്യമായ ഒന്നിലും തന്നെ ചഞ്ചലപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അഭീഷ്ടം ഉത്തമനായ ഭക്തന് ആ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ്. നമ്മൾ രാമായണത്തിൽ ഹനുമൽ സ്വാമി പറയുന്നത് പോലെ മറ്റൊന്നും എനിക്ക് ലോകത്തിൽ വേണ്ട, ഭഗവാന്റെ നാമം സദാ കേൾക്കുമാറാകണം, ഭഗവാന്റെ നാമം സദാ ഉച്ചരിക്കുമാറാകണം, ആ ഭഗവത്പാദങ്ങളിൽ എൻ്റെ മനസ്സിനെ ചേർത്ത് വയ്ക്കാൻ സദാ കഴിയണമേ. ഒരു ഉത്തമനായ ഭക്തൻ്റെ ലക്ഷണമാണ് നമുക്കവിടെ ഹനുമൽ സ്വാമിയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാളിന് മറ്റ് അഭീഷ്ടങ്ങളൊന്നും ഇല്ല തന്നെ. അപ്പോൾ വേണ്ടത് അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകാവുന്ന അഭീഷ്ടം ഇതൊന്നു മാത്രമാണെന്നിരിക്കെ ഭഗവാന്റെ അനുഗ്രഹം ഈ അഭീഷ്ടത്തെ സാധിക്കുവാൻ എപ്പോഴും ഉണ്ടാകുക തന്നെ ചെയ്യും. നമുക്കവിടെ ശ്രീരാമചന്ദ്രസ്വാമി ഈ ഒരു കാര്യം ഹനുമൽ സ്വാമിയുടെ അപേക്ഷ, അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭക്തി, ആ ഭക്തിയുടെ മാഹാത്മ്യം ഇത്രയേറെ ഉണ്ടെന്നെല്ലാവരും ഉറപ്പിച്ചു പറയുമ്പോൾ, സജ്ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നിടത്ത് തദ്വിധൂയാമയാൻമേ, അതുകൊണ്ട് വിധൂയ ആമയാൻ, വിധൂയ എന്ന് പറഞ്ഞാൽ അകറ്റി, അതില്ലാതെയാക്കി, ആമയാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആമയങ്ങളെയും അഥവാ രോഗങ്ങളെ, എൻ്റെ മേ എന്നാൽ എൻ്റെ എല്ലാ രോഗങ്ങളെയും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി കൊണ്ട് അതിനെയെല്ലാം ഇല്ലാതെയാക്കി തരണമേ ഭഗവാനെ. ഗുരുപവന പുരേശ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വയ്യുപാധത്സ്വഭക്തിം, ത്വയി ഉപാധത്സ്വ, ത്വയി എന്നാൽ അങ്ങയിൽ, ഉപാധത്സ്വ നൽകി, എന്താ ഭക്തിം, ഉത്തമമായ ഭക്തിയെ നൽകി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഉത്തമമായ ഭക്തിയെ നൽകിക്കൊണ്ട്, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് ആ ഭക്തിയുടെ മഹത്വം കൊണ്ട് എൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കി തരണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഈ ഭക്തി ഉറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഭക്തിയിൽ നിന്നും മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നത് ഈ ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളാണ് അഥവാ മായയാണ്. അതിനോടൊക്കെ നമ്മളെ ഇങ്ങനെ ആകർഷിതരാക്കുന്നത്. ആ മായയിൽ നിന്നും മുക്തി നേടണമെങ്കിലാകട്ടെ ആ മായാഭഗവതിയെ തന്നെ ആശ്രയിക്കണം. നമുക്കറിയാം, പാമ്പ് കടിച്ചാൽ അതിന് പ്രതിവിധിയായി കുത്തിവെക്കുന്നത് പാമ്പിൻ്റെ തന്നെ വിഷമാണെന്ന് പറയുന്നത് പോലെ യാതൊരു ശക്തിയാണോ, യാതൊരു മായാദേവിയാണോ, മായാഭഗവതിയാണോ നമ്മളെ ഈ ബാഹ്യ വിഷയങ്ങളിലേക്ക് പിടിച്ചാകർഷിച്ച് നിർത്തുന്നത്, നശ്വരമായ വിഷയങ്ങളിൽ മനസ്സിനെ ചേർത്ത് നിർത്തുന്നത്, ആ മായാഭഗവതിയോട് തന്നെ അപേക്ഷിക്കുക. അല്ലയോ മായാഭഗവതി, ഈ മായയുടെ ബന്ധനത്തിൽ വല്ലാതെ ചുഴറ്റരുതേ, വല്ലാതെ ബന്ധിതരാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് രാമായണത്തിൽ പലയിടങ്ങളിലും കാണാം, അവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനെയും സീതാദേവിയെയും അവരുടെ തത്വത്തെ നന്നായി അറിയുന്ന മുനീശ്വരന്മാർ പലരും അവരെ സ്തുതിക്കുമ്പോൾ ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ മായാഭഗവതി എന്നെ വല്ലാതെ മോഹിപ്പിക്കായിക വേണമേ എന്ന്. കാരണം മായാ സംസർഗമുണ്ടായാൽ അത് ബന്ധനത്തിന് കാരണമായി തീരും. മറിച്ച്
ഭഗവത് സംസർഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് മോചനത്തിന് കാരണമായി തീരും. ഈ ഒരു സത്യത്തെ നന്നായി മനസ്സിലാക്കിയാൽ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് പോലെ ഡംഭാതിദോഷമുടൻ എട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിന് തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. ഈ ഡംഭാതിദോഷങ്ങൾ എട്ടും, അതായത് ഡംഭ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇവയൊക്കെയും അവിദ്യയാണ്. അതൊക്കെ മായാഭഗവതിയുടെ സ്വരൂപമാണ്, മറ്റൊരു സ്വരൂപം തന്നെയാണ് അവിദ്യ. വിദ്യയും അവിദ്യയും ആ ഭഗവതി തന്നെയാണ്. ആ മായാദേവിയുടെ ഈ ഒരു 8 ദോഷങ്ങളെ കളയുന്നതിനും ആ 8 ദോഷങ്ങളെയും മറികടന്ന്, ഈ 8 ദോഷങ്ങളാണ് നമ്മളെ പലപ്പോഴും ഈ ബാഹ്യപ്രപഞ്ചത്തിലെ ബാഹ്യ വിഷയങ്ങളോട് നമ്മളെ ബന്ധിപ്പിച്ച് നിർത്തുന്നത്. അതിനെ അങ്ങോട്ട് മറികടക്കണമെങ്കിൽ ആ മായാഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ വേണം. ആ മായാഭഗവതി കനിഞ്ഞാൽ ഈ 8ഉം കടക്കാൻ കഴിയും. അങ്ങനെ ഈ 8 തടസ്സങ്ങളാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള 8 തടസ്സങ്ങളാണ് ഇതൊക്കെ. ഈ 8 തടസ്സങ്ങളെ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ അതിനും, നമുക്ക് ഹരിനാമകീർത്തനത്തിൽ പറയുന്നു, അതിനും നിലയാറും കടപ്പതിന് തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. അതിനും ആ നാരായണനാമം ജപിക്കേ വേണ്ടൂ. കാരണം ആ നാരായണനാമം ജപിച്ച് ഭഗവത് പാദങ്ങളിൽ മനസ്സിനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ, ആ ഭക്തി ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, അവിടെ മായാദേവിക്ക് അവിടെ വർത്തിക്കാനാവാത്തത് കൊണ്ട് തന്നെ, മായാ സംസർഗമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹരിസ്മൃതിയിൽ മനസ്സിനെ ചേർത്ത് വയ്ക്കാൻ കഴിയും. ഭഗവാനെ സദാ സ്മരിക്കാൻ കഴിയും. ആ ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് ഈ 6 ദോഷങ്ങളെയും കടന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ പൂജ ചെയ്ത് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാൻ തന്നെ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. പരമ കിമു ബഹൂക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധസ്വഭക്തിം. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ആദ്യത്തെ വരിയിലെ ത്വത്പദാംഭോജ ഭക്തിം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ബഹൂക്ത്യ, ബഹുക്ത്യ അല്ല ബഹു ഉക്തിയാണ്, അതുകൊണ്ട് ഉകാരം നീട്ടിയെടുക്കുക. ബഹൂക്ത്യ. പിന്നെ അടുത്തത് മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ തദ്വിധൂയാമയാന്മേ, അതും ചേർത്ത് തന്നെ വായിക്കുക. തത് വിധൂയ ആമയാനാണ്, പക്ഷേ ആ വാക്ക് ചേർത്ത് തന്നെ വായിക്കുക. തദ്വിധൂയാമയാൻ. അതുപോലെ ത്വയ്യുപാധർസ്വ, അവിടെയും ഉപാധർസ്വ, അത് ശ്രദ്ധിച്ചു വായിക്കുക. ഇനിയും ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി പറയാം. പരമ ബഹൂക്ത്യാക്കിം ഊ ത്വത്പദാംഭോജ ഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം ത്വം ദൃഢം ഖലു വദസി തത് മേ ആമയാൻ വിധൂയ ഗുരുപവനപുരേശ ത്വയി ഭക്തിം ഉപാധൽസ്വ. ഒന്നുകൂടി പറയാം. പരമബഹൂക്ത്യാക്കിമു ത്വത്പദാംഭോജ ഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം ത്വം ദൃഢം ഖലു വദസി
തദ്മേ ആമയാൻ വിധൂയ ഗുരുപവനപുരേശ ത്വയി ഭക്തിം ഉപാധത്സ്വ. ഭഗവാന് ഈ ഒരു ദശകത്തിൽ ഭഗവാൻ അവിടുന്ന് നിശ്ചയിച്ചതുപോലെ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ചതൊക്കെയും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി മനസ്സിനെ ആ മായയുടെ പിടിയിൽ വിട്ടുകൊടുക്കാതെ അവിടുത്തെ പാദങ്ങളിൽ ചേർത്ത് വയ്ക്കാൻ അവിടുത്തെ കൃപയുണ്ടാകണമേ, അവിടുത്തെ കാരുണ്യമുണ്ടാകണമേ എന്ന അപേക്ഷയോടുകൂടി ഭഗവാൻ പറയിപ്പിച്ച വാക്കുകളൊക്കെയും അവിടുത്തെ ആ പാദപത്മങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഭഗവാനെ, അവിടുന്ന് സ്വീകരിക്കണമേ, തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ, അബദ്ധവാക്കുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഈ ഉള്ളവളുടെ അവിവേകം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.